അല്ല, അച്ഛനും മോനും കൂടി എങ്ങോട്ടാ? ഇതാര് സുലൈമാനോ? എന്റെ മോൻ +2 പാസ്സായല്ലോ. ഇനിയിപ്പോ ഓനെ എഞ്ചിനീയറിംഗിന് ചേർത്താൻ വേണ്ടി ഒന്ന് കൊണ്ടുപോകുക. എഞ്ചിനീയറിംഗിനാണെങ്കില് സിവിൽ എഞ്ചിനീയറിംഗിന് തന്നെ ചേർത്താ മതിട്ടോ. അതിനല്ലേ ഇപ്പൊ സ്കോപ്പ്. ആണോ? പിന്നല്ലാണ്ട് ഈ ഞാൻ തന്നെ കഴിച്ചലായത് സിവിൽ എഞ്ചിനീയറിംഗ് കൊണ്ടല്ലേ. അതിന് നീ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നോ? 10ാം ക്ലാസ് തോറ്റതല്ലേ? 10ാം ക്ലാസ് തോറ്റാലെന്താ? ഞാൻ പണി പഠിച്ചത് സിവിൽ എഞ്ചിനീയർമാരുടെ കൂടെ കൂടിയിട്ടാണല്ലോ. എന്നാ ശരി, ഒക്കെ പറഞ്ഞ പോലെ. ആ പറഞ്ഞത് ശരിയാ. എന്നാ പിന്നെ സിവിൽ എഞ്ചിനീയറിംഗിന് തന്നെ ചേർത്ത് കളയാം. അല്ല, ഇതാര്? ദാസനാ? എന്താ ഇവിടെ? എന്റെ മോൻ +2 പാസ്സായേ. അപ്പൊ ഓന് സിവിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാന്ന് കരുതി. ഇപ്പൊ അതാണല്ലോ സ്കോപ്പ്. നിങ്ങക്ക് എന്തറിയാന്ന്? സിവിൽ എഞ്ചിനീയറിംഗിനൊക്കെ ആരെങ്കിലും പഠിക്കോ? ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനാ സ്കോപ്പ്. ആ പറഞ്ഞത് നേരാണല്ലോ. നിങ്ങളെ കണ്ടത് ഏതായാലും നന്നായി. എന്നാ പിന്നെ ഞാൻ ഇവനെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കി കളയാം. ദാസാ, മോനെ ചെറുക്കാൻ വന്നതാ? അതെ. നിങ്ങളെ മോൻ ഇവിടെയാണോ പഠിക്കണേ? ഒന്നും പറയണ്ട എന്റെ ദാസാ, പെട്ടുപോയിന്ന് പറഞ്ഞാ മതിയല്ലോ. ഇവിടെ ചേർത്തതിന് ശേഷമല്ലേ അറിയുന്നത് നാട് മുഴുവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാ. നിങ്ങൾ ഓനെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചേർത്തിക്കോ. അതപ്പൊ നല്ല സ്കോപ്പ്. അങ്ങനെയാണല്ലേ? എന്നാ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാ. എന്തേ? ഇതാര് ഗഫൂർക്ക്? മോന് +2 പാസ്സായിട്ടോ. സിവിൽ എഞ്ചിനീയറിംഗിന് ചേർത്താണ് ആദ്യം കരുതിയത്. അപ്പൊ ഒരാള് പറഞ്ഞു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്കോപ്പ് എന്ന്. അപ്പൊ കരുതി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ചേർക്കാന്ന്. ഇപ്പൊ ഒരാള് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്കോപ്പ് എന്ന്. അപ്പൊ ഞാനും കരുതി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചേർക്കാന്ന്. എന്റെ വലിയ ആഗ്രഹാന്നേ മോനെ എഞ്ചിനീയർ ആക്കണമെന്ന്. അല്ലടോ, എപ്പോഴെങ്കിലും എന്റെ മോനോട് ചോദിച്ചിക്കോ ഓന്റെ ആഗ്രഹം എന്താന്ന്? അതിപ്പോ എന്റെ ഇഷ്ടം തന്നെയാ ഓന്റെ ഇഷ്ടം. അല്ല, എനിക്ക് എഞ്ചിനീയർ ആവാനല്ല പൈലറ്റ് ആവാനാ ആഗ്രഹം. എടോ, എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നിങ്ങളെ ഇഷ്ടം നിങ്ങളെ കുട്ടികളെ മേലിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. ഓരോ ഇഷ്ടം കൂടി നോക്കണ്ടോ. ചില കാര്യത്തില് നമ്മളെക്കാറ്റും വിവരം നമ്മളെ കുട്ടികൾക്കായിരിക്കും. എടോ, നല്ലതാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ ശരിയിലേക്ക് കൊണ്ടുവരണം. അതാണല്ലോ നല്ല നല്ല മാതാപിതാക്കൾ ചെയ്യേണ്ടത്.